RSS ഒക്കെ എത്ര ഡീസന്റ് ആണ് എന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കും. ഇത് തമിഴ്നാട്ടിൽ എമ്പുരാനെതിരെ ഉയർന്ന പ്രതിഷേധമാണ്. അതായത് എമ്പുരാൻ ഗുജറാത്ത് കലാപം പറഞ്ഞുകൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണമാണ് കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്ന് ജനങ്ങൾ ഒന്നടങ്കം തീരുമാനിച്ചുകൊണ്ട് 17 അല്ല 24 വെട്ട് വെട്ടിയത്. വെട്ടിയിട്ടും സിനിമ കാണാൻ ആളുകളുടെ കുറവൊന്നുമില്ല. ആളുകളൊക്കെ സിനിമ വിജയിപ്പിക്കണം. കാരണം ഒരുപാട് കോടികൾ മുതൽ മുടക്കി എടുത്ത സിനിമയാണ്. ആ സിനിമ അങ്ങനെ തകർന്നു പോകരുത്. കാരണം ഒരുപാട് പേരുടെ പണമുണ്ട് അതിൽ, പ്രയത്നമുണ്ട് അതിൽ. ഇതിന്റെ രാഷ്ട്രീയമൊന്നും അറിയാതെ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ആ സിനിമ തകരണം, നിരോധിക്കണം, തകർക്കണം എന്നൊന്നും ഞങ്ങളാരും പറയില്ല. പക്ഷേ ഒരു വിഭാഗത്തെ മാത്രം നിങ്ങൾ കുറ്റക്കാരാക്കിക്കൊണ്ട് രംഗത്തെത്തരുത് എന്നാണ് പറയുന്നത്. ഇവിടെ RSSനെ പറ്റി, അല്ലെങ്കിൽ RSSനെ നൊന്തത് കൊണ്ടാണ്, BJPക്ക് നൊന്തത് കൊണ്ടാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഉയരുന്നത് എന്നൊക്കെയാണ് ഇവിടെ ഇരുന്ന പല ചാനൽ ചർച്ചകളിലും പലരും ഇരുന്ന് ഘോരമായി പ്രസംഗിക്കുന്നത് കാണുന്നത്. BJP എവിടെയെങ്കിലും പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ആരെങ്കിലും കണ്ടോ? ഇതിനെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചതിന്റെ പേരിൽ ആ പ്രവർത്തകനെ BJP പുറത്താക്കുകയാണ് ചെയ്തത്. ഓർഗനൈസർ എന്ന് പറയുന്ന RSS പത്രത്തിൽ ക്രിസ്ത്യാനികളെ കൂടി, ക്രിസ്ത്യൻ സഭയ്ക്ക് കൂടി വേദന ഉണ്ടാക്കി കുരിശിനെ വരെ ചെകുത്താന്റെ രൂപത്തിലാക്കി നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് RSSന്റെ മുഖപത്രം 2 തവണ ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചത്. RSS എവിടെയെങ്കിലും ഏതെങ്കിലും തിയേറ്ററിന്റെ മുന്നിൽ ചെന്ന് നിന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതോ കോലം കത്തിക്കുന്നതോ ഏതെങ്കിലും തരത്തിൽ RSS പ്രതിഷേധം ഉന്നയിച്ച് രംഗത്ത് വരുന്നതോ നിങ്ങൾ കണ്ടോ? BJPയിൽ ഏതെങ്കിലും നേതാക്കന്മാർ ഇതുമായി രംഗത്ത് വരുന്നത് കണ്ടോ? എമ്പുരാൻ എംബാമാവരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുരേന്ദ്രൻ അടക്കമുള്ള ചില നേതാക്കൾ എവിടെ ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞു എന്നതിനപ്പുറം വേറെ ആരെങ്കിലും, അമിത്ഷായോ നരേന്ദ്രമോദിയോ കേന്ദ്രത്തിലെ മറ്റേതെങ്കിലും മന്ത്രിമാരോ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള BJPയുടെ അധ്യക്ഷന്മാരോ ആരെങ്കിലും ഒരു ബഹളം ഉണ്ടാക്കിക്കൊണ്ടോ, ഒരു പ്രതിഷേധം ഉണ്ടാക്കിക്കൊണ്ടോ, ഒരു വയലൻസ് ഉണ്ടാക്കിക്കൊണ്ടോ രംഗത്ത് വരുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ല. അത്രയ്ക്ക് ഡീസന്റ് ആണ്. അവർക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ അറിയാം. പറയേണ്ടവർ അവിടെ കിടന്ന് പറയട്ടെ, അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ ഗാന്ധി അടങ്ങുന്ന കോൺഗ്രസ് കേരളം മുതൽ അങ്ങ് കാശ്മീർ വരെ ഓടി നടന്ന് BJPക്കെതിരെ പറഞ്ഞിട്ടും മൂന്നാമതും BJP അധികാരത്തിൽ വന്നത് നിങ്ങൾ കണ്ടില്ലേ എന്നാണ് BJP ചോദിക്കുന്നത്. അതുകൊണ്ട് ആരെവിടെ ഇരുന്ന് BJPക്കെതിരെ എന്തൊക്കെ കാര്യങ്ങൾ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയാലോ അതൊന്നും BJPയെ ബാധിക്കാൻ പോകുന്നില്ല എന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. തമിഴ്നാട്ടിലെ ജനങ്ങൾ പറയുന്നത്, പ്രത്യേകിച്ച് കർഷകർ പറയുന്നത്, മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് അവർ പരമപവിത്രമായി കൊണ്ട് നടക്കുന്ന ഡാമാണ്. പ്രത്യേകിച്ച് തേനി, കമ്പം പോലുള്ള ജില്ലകളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ അവരുടെ കർഷകർക്ക് ആവശ്യമായ വെള്ളം നൽകുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ഡാമാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ കേരളത്തിന് മാത്രമല്ല തമിഴ്നാട്ടിലെ 5 ജില്ലകളാണ് വരണ്ട് ഇല്ലാണ്ടായി പോകുന്നത്. അതുകൊണ്ട് അവർ അതിനെ വലിയ പവിത്രമായാണ് മുല്ലപ്പെരിയാർ ഡാമിനെ കാണുന്നത്. ആ മുല്ലപ്പെരിയാർ ഡാം തകർക്കും എന്നുള്ള ഒരു രീതിയിലുള്ള സംഭാഷണം അടക്കമാണ് നേരത്തെ എനിക്ക് തോന്നുന്നു നന്ദകുമാർ സാർ പറഞ്ഞതനുസരിച്ച് 2018 എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് തമിഴ്നാട്ടിന് ഒരു പരാതി പോരുന്ന ഇസ്ലാമിസ്റ്റുകൾ, തീവ്രവാദികളെ ഇസ്ലാമിസ്റ്റുകൾ മുല്ലപ്പെരിയാർ ഡാം തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജി പോലും അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP അല്ലെങ്കിൽ അത്തരത്തിൽ ഹിന്ദുക്കൾ ആരെങ്കിലും ഇത് തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാനായുള്ള ഒരു പരാമർശം. അപ്പോൾ മുല്ലപ്പെരിയാറിനെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ല, അങ്ങനെ ഉണ്ട് എങ്കിൽ അതിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പെരിയാർ വൈഗ ഇറിഗേഷൻ കർഷക സംഘടനയാണ് തമിഴ്നാട്ടിൽ ഗോകുലം ചിട്ടി, കമ്പത്തുള്ള ഗോകുലം ചിട്ടി ഫണ്ടിന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രതിഷേധം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ടാകാം. പ്രതിഷേധം എന്ന് പറയുമ്പോൾ മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും പിന്നെ ഗോകുലം ഗോപാലൻ്റെയും പോസ്റ്ററുകൾ അടിച്ചിട്ട് അതിൽ ചെരുപ്പ് കൊണ്ട് അടിച്ചാണ് പ്രതിഷേധം അറിയിക്കുന്നത് അവർ. ഇങ്ങനെ ഏതെങ്കിലും പ്രതിഷേധം കേരളത്തിൽ ആരെങ്കിലും കണ്ടായിരുന്നോ? ഏതെങ്കിലും മാധ്യമ സിംഗടികളോ മാധ്യമ സിംഗന്മാരോ ആരെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ ഇത്തരം ചെരുപ്പടികൾ കണ്ടായിരുന്നോ? ഇല്ല. തമിഴ്നാട്ടിൽ കർഷക സംഘടനകൾ എല്ലാവരും ഇറങ്ങിക്കൊണ്ട് തറയിൽ ഇട്ട് ഈ ഫ്ലക്സുകൾ മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഗോകുലം ഗോപാലിൻ്റെ മുഖത്ത് ചവിട്ടുകയും കൈകൊണ്ട് അടിക്കുകയും ചെരുപ്പ് കൊണ്ട് അടിക്കുകയും ചെയ്തു. നമ്മൾ ഒരാളെ അപമാനിക്കുന്നതിന് അറ്റത്തെ കാര്യമാണ് ചെരുപ്പ് കൊണ്ട്. അതിപ്പോൾ ഫോട്ടോയിലായാലും നേരിട്ടായാലും ഒക്കെ ചെരുപ്പ് കൊണ്ട് അയാളുടെ ദേഹത്ത് അടിക്കുക എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ
ചെരുപ്പ് കൊണ്ടടിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇവരെ 3 പേരെയും അപമാനിക്കുകയാണ്. എന്തിനാണ് അപമാനിക്കുന്നത്? ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് മോശമായി നിങ്ങൾ എന്തിനാണ് പരാമർശിച്ചത്? മുല്ലപ്പെരിയാർ ഞങ്ങൾ പരമപവിത്രമായി കാണുന്ന കാര്യമാണ്. ആ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരാമർശിച്ചത് എന്നാണ് ഇതിന്റെ കോർഡിനേറ്റർ ആയ ഈ പെരിയാർ വൈഗ ഇറിഗേഷൻ കർഷക സംഘടനയുടെ കോർഡിനേറ്ററായ ബാലസിംഗം ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഇത്തരം ഈ സിനിമയിലെ സാങ്കല്പികമായ ഡാമും അതിലുണ്ടാകുന്ന സംഭാഷണങ്ങളും ഇതെല്ലാം ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കർഷക സംഘടന രംഗത്തെത്തുന്നത്. അതായത് 24 വെട്ടിലൊന്നും ഈ സിനിമയുടെ വെട്ട് നിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ക്രൈസ്തവ സഭകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ദൈവപുത്രൻ തെറ്റ് ചെയ്താലും രക്ഷിക്കാൻ ചെകുത്താൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവരെ അപമാനിക്കുന്നു, ക്രൈസ്തവർക്ക് വേദന ഉണ്ടാക്കുന്നു. അപ്പോൾ അത് വേറെ വെട്ടണം. ഇനി തമിഴ്നാട്ടിലെ കർഷക സംഘടനകളെല്ലാം കൂടി ഒരുമിച്ചിറങ്ങിയിട്ടുണ്ട്. അവരുടെ പരമപവിത്രമായ അവരുടെ മുല്ലപ്പെരിയാറിനെ, അവർക്ക് വെള്ളം തന്ന അവരുടെ സാമ്പത്തികത്തെ, അവരുടെ അന്നത്തെ, അവരുടെ കൃഷിയെ ഒക്കെ പിന്നെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഡാമായ മുല്ലപ്പെരിയാറിനെ അപമാനിക്കുകയും അവഹേളിക്കുകയും മുല്ലപ്പെരിയാറിനെ തകർക്കുകയും ചെയ്യുമെന്ന് പറയുന്ന ഡയലോഗുകൾ, സംഭാഷണങ്ങളൊക്കെ കട്ട് ചെയ്യണമെന്ന് പറയുന്നു. പൃഥ്വിരാജ് തുടങ്ങി വച്ചതൊരു വലിയ എന്താ പറയുക, ഒരു വലിയ ഭൂകമ്പത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു ഭാഗത്ത് ഗോത്ര കലാപവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് നിങ്ങൾ ട്രെയിൻ കത്തിച്ചത് ആരാണ് എന്ന് പറയാതെ നിങ്ങൾ ട്രെയിൻ കത്തുന്നത് മാത്രം കാണിച്ചത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വിഭാഗം, മറ്റൊരു ഭാഗത്ത് ക്രൈസ്തവ സഭകൾ, തമിഴ്നാട്ടിലാണെങ്കിൽ കർഷക സംഘടനകൾ രംഗത്തെത്തുന്നു. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ കാണാൻ ആളുകളില്ല, അമേരിക്കയിലൊക്കെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു, വലിയ ബുക്കിംഗ് ആണ്, 5 ദിവസം കൊണ്ട് 200 കോടി നേടി എന്നൊക്കെ പറയുമ്പോഴും മിനിമം ഈ സിനിമയിൽ ലാഭം ഉണ്ടാകണമെങ്കിൽ ഒരു 500 കോടിയെങ്കിലും തിരിച്ചു കിട്ടണമെങ്കിൽ മാത്രമേ ഒന്ന് പിടിച്ചു നിൽക്കാനെങ്കിലും കഴിയുള്ളൂ. പക്ഷേ അതുപോലും കിട്ടാത്ത അവസ്ഥയിലേക്കാണ്. ഒരു സിനിമയെ നിങ്ങളാണ് സിനിമയായി കാണാത്തത്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോകത്തെ ജനങ്ങളല്ല ആ സിനിമയായി കാണാത്തത്, നിങ്ങളാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, അത് അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇവിടെ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ എത്തിയപ്പോൾ ഇവിടെ കാണിച്ച ആവിഷ്കാര സ്വാതന്ത്ര്യം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. കേരള ഫയൽസ് കശ്മീർ ഫയൽസ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി, ഒരു സിനിമ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം കാണിച്ചത് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. TP 51 എന്ന സിനിമ അത് ഇറക്കാൻ പോലും സമ്മതിക്കാതെ ആ പ്രൊഡ്യൂസറെ, സംവിധായകനെ തേരാപ്പാര നടത്തുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ കണ്ടതാണ്. അതുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഘോരഘോരമായി സംസാരിക്കുന്നവർക്ക് അത് പറയാനുള്ള ഒരു യോഗ്യതയും ഇല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും വേണം. അത് നിങ്ങളെ ഒരു സിനിമയിൽ എല്ലാവരെയും, എല്ലാ പാർട്ടികളും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഓക്കെയാണ്. അല്ലാതെ ഒരാളെ മാത്രം കുരിശിലേറ്റിക്കൊണ്ട് പോകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം അത് അംഗീകരിക്കാൻ കഴിയില്ല.